So NEET PG 2025 is over. എല്ലാവരും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്ട് തന്നെ എക്സാമിനായി കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിന്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാംസ് കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ബേസിക്കലി റിലീഫ് തന്നെയായിരിക്കും. ബിക്കോസ് ഇത്രയും നാള് നമ്മൾ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു ആൻഡ് ദാറ്റ് വാസ് ഓൾ ഫോർ ദിസ് വൺ ഡേ വിച്ച് ഇസ് NEET PG ആൻഡ് ദാറ്റ് ഈസ് ഓവർ. സോ നമ്മുടെ ഒരു മേജർ വർക്ക് ഈസ് ഓവർ. ആൻഡ് ഇനി നമ്മുടെ മുന്നിലുള്ളത് ചെറിയൊരു ആന്റിസിപ്പേഷൻ ആയിരിക്കും. ഹൗ ദ റിസൾട്ട്സ് ആർ ഗോയിങ് ടു ടേൺ ഔട്ട്. എനിക്ക് എൻ്റെ ഡ്രീം ബ്രാഞ്ച് കിട്ടുമോ, എൻ്റെ ഡ്രീം കോളേജ് കിട്ടുമോ, ആൻഡ് ആം ഐ ഗോയിങ് ടു ഗെറ്റ് ഗുഡ് മാർക്ക്, ഗെറ്റ് ഗുഡ് സ്കോർസ്. അങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു സമയത്ത് പോകട്ടെ. സോ റിഗാർഡിംഗ് ദിസ് ഇയേഴ്സ് എക്സാം, അത്യാവശ്യം എളുപ്പമുള്ള ഒരു മോഡറേറ്റ്ലി ഈസി പേപ്പർ ആയിരുന്നു ഇത്തവണത്തെ NEET PG എക്സാം എന്ന് പറയുന്നത്. ആൻഡ് വെൻ ദ എക്സാം ഈസ് ഈസി, ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ, I always say there are two game plans. There's an aggressive game plan and a defensive game plan. So most of the people must have gone for an aggressive game plan. Karanam aggressive game plan there is a more chance of scoring when the exam is easy. So aggressive ആയിട്ട് പോകുമ്പോൾ there is another drawback there. അതെന്തായിരിക്കും? In a small amount of time നമ്മൾ lots of things ഇങ്ങനെ മൈൻഡിലൂടെ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. വളരെ few secondsന്റെ ഒരു ഗെയിമാണ്. And in that മൈക്രോ സെക്കൻഡ് ടൈമിൽ നമ്മുടെ ഒരു ചെറിയ തോട്ട് പാടിപ്പോയാൽ കുഡ് ബിക്കം എ നെഗറ്റീവ് ആൻസർ. സോ അഗ്രസീവ് ആയിട്ടുള്ള ഗെയിം പ്ലാനിങ് ഓർ വെൻ ഇറ്റ് കംസ് ടു an easy exam, there is a high chance that people make a lot of negatives without even knowing about it. സോ ഇപ്പോൾ പുറത്തു വരുന്ന കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്സ് ഒക്കെ അനുസരിച്ച് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഒരു 160 എബോ ഒക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ യു ഹാവ് ഡൺ an aggressive game plan, ഒരു 160 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു സേഫ് സോൺ ആണെന്ന് തന്നെ പറയാം. ബിക്കോസ് MD ആവട്ടെ DNB ആവട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ കോളേജ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ഓൾവേസ് ഗിവ് യു എ വീഡിയോ. സോ ദാറ്റ് ഇസ് ഫോർ ഷുവർ. ഇനി 170+ ആണെങ്കിലോ ഐ തിങ്ക് യു ഹാവ് ഡൺ എ ലിറ്റിൽ ബെറ്റർ ദാൻ ദ അതേഴ്സ്. സോ യു ഗൈസ് ക്യാൻ റിലാക്സ് എ ലിറ്റിൽ ബിറ്റ് മോർ. പക്ഷേ this is not just about the rank, this is not just about the mark. ഇനി വരുന്ന ഒരു കോംപ്ലക്സ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സാണ്. നിങ്ങൾ ഇത്തിരി റാങ്ക് പുറകോട്ടുള്ള ആളാണെങ്കിൽ പോലും ബുദ്ധിപരമായി നിങ്ങളുടെ കൗൺസിലിംഗ് പ്രോസസ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സീറ്റ്, നിങ്ങൾക്ക് വേണ്ട ബ്രാഞ്ച് അത് നിങ്ങൾക്ക് കിട്ടും. ലെറ്റ് മീ ടെൽ യു സംതിങ്. ഈ ഒരു 2 week യു ഡിസേർവ് എ റെസ്റ്റ്, റൈറ്റ്? റീകോൾ ചെയ്യണമെങ്കിൽ റീകോളൊക്കെ ചെയ്യാം, കൗൺസിലിംഗിന്റെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ കൗൺസിലിംഗിന്റെ പ്രോസസ്സൊക്കെ കേൾക്കാം. ഐ വുഡ് സേ എനിത്തിങ്, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ആഡ് ടു യുവർ പ്രഷർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു 2 weeks യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ മെന്റൽ ഹെൽത്ത്, യുവർ മനസ്സമാധാനം ബേസിക്കലി. ആൻഡ് ബി വിത്ത് യുവർ ഫ്രണ്ട്സ്, ബി വിത്ത് യുവർ ഫാമിലി, ബി വിത്ത് പീപ്പിൾ ഹു ലവ് യു, ഹു കെയർ യു. ദിസ് ഇസ് ദ ടൈം യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്. അതൊരു ട്രിപ്പ് ആവട്ടെ, മേ ബി ഗെറ്റ് ടുഗെദർ ആവട്ടെ, വട്ട് എവർ പോസിബിൾ, ദിസ് ഇസ് ദ ടൈം യു ക്യാൻ ഡു ദാറ്റ്. ആൻഡ് ഈ 2 week മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ there might be people who think they are not given their best. Okay? So if you are someone like that, these 2 weeks will help in get you back into track. So if there is something that is pulling you down and making you feel that you have not done enough or you want to perform well in the upcoming NEET exam, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ this is the time for you to push yourself out, dust yourself off as they say, and this is the point where you can get back to your studies in full power. അതിന് മുമ്പുള്ള ഒരു റിലാക്സേഷൻ പീരീഡായി മാത്രം ഈ 2 ആഴ്ച നമുക്ക് കണക്കാക്കാം. And now for the next batch of aspirants, that is the upcoming 2019 batch aspirants especially, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ NEET എക്സാമിന്റെ ഒരു ടേസ്റ്റ് അറിയും അല്ലേ? You know how the exam happens, you know how it is going to be on the day of exam, how to be that candidate for the exam. ഇത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ഗ്രൗണ്ട് ആണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കേന്ദ്രീകരിക്കാൻ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി NEET PG പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെറും റിവിഷൻ മാത്രമല്ല, ഇറ്റ് ഈസ് അബൌട്ട് ഹൗ യു അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് എസ്പെഷ്യലി ഓൺ ദ സ്ട്രെസ്ഫുൾ ഡേ ഓഫ് ദ എക്സാം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു നാക്ക് മനസ്സിലായി തുടങ്ങും. ആൻഡ് ഓൺ ദ വേ നമ്മൾ കൂടുതൽ GTs ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആയി വരും. ആൻഡ് ഈ സ്കില്ലുകളെല്ലാം ഇറ്റ് ഈസ് ഫോർ യു ടു അപ്ലൈ ഓൺ യുവർ എക്സാം. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. Do give your valuable feedbacks, and in your batches, we are planning a full power on full-fledged mentorship program. So everyone deserves a win, and everyone deserves to know how to get that win. So adinu oru helping hand aayittu ennum DBMCI Kottayam ningade kude thanne undagum, njanum undagum. Thank you guys, have a great day.